സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഇടതുമുന്നണി പ്രചാരണത്തിലേക്ക് കടക്കുമ്പോഴും യുഡിഎഫിന് മുന്നണിയിലെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാനായിട്ടില്ല. മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ച പോലും അനന്തമായി നീളുകയാണ്. ഈ മാസം 15-ന് ശേഷം മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകൂ എന്നാണ് സൂചന. മുന്നണിയിലെ അനിശ്ചിതത്വത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൽ. സിറ്റിംഗ് എംപിമാർക്കെല്ലാം സീറ്റ് ഉറപ്പെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ചിലർക്കെങ്കിലും ഇപ്പോഴും ആശങ്കയുണ്ട്. മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക ചർച്ചയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുമില്ല. കഴിഞ്ഞ മാസം 20-ന് പട്ടികയെന്നായിരുന്നു KPCC പ്രസിഡന്റ് ആദ്യം അറിയിച്ചത്. പിന്നീട് 25 കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുത്തി. ഇതിനിടെ ഹൈക്കമാൻഡ് പ്രതിനിധിയായി മുകുൾ വാസ്നിക്കെത്തി. നേതാക്കളെ പ്രത്യേകം കണ്ടു. തീരുമാനമുടനെന്ന് പ്രഖ്യാപിച്ചു മടങ്ങി. Very soon after we are able to get the recommendations from the Pradesh Election Committee, further action for selecting the candidates will be taken. ജയസാധ്യത വിലയിരുത്തി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷെ അവർക്കിപ്പോൾ പ്രത്യേകിച്ചു പണിയൊന്നുമില്ല. പഴയതുപോലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചേർന്ന് പട്ടിക തയ്യാറാക്കും. ഒരു മാറ്റം മാത്രം. മുമ്പ് ഗ്രൂപ്പ് ചർച്ചകൾ മാത്രം സ്ഥാനമുണ്ടായിരുന്ന K സുധാകരനും ബെന്നി ബെഹനാനും ഇത്തവണ മുതിർന്ന നേതാക്കളുടെ ചർച്ചയിൽ ഔദ്യോഗിക പദവിയോടെ പങ്കെടുക്കുന്നു. CPM-ന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ശനിയാഴ്ച വന്നാലുടൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകും. ഇടതുമുന്നണിയുടെ ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാകുമ്പോൾ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന പതിവ് കോൺഗ്രസ് ഇക്കുറിയും തെറ്റിക്കാൻ വഴിയില്ല. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.